ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഈ വാനരന്മാരെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്താലും അത് അതേ സമയത്ത് നോക്കി അതേപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതിനകത്ത് ബേസില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പരാതി കൊണ്ടുവന്ന ആ CS ചെയർമാൻ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലേ? പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധി അത് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതേ പ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ഇവർ മൊത്തത്തിൽ പറയുന്നത് ആകെ 86 വോട്ടാണ്. 86 കള്ളവോട്ട് ചെയ്യുന്ന ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. 4,16,000 വോട്ടായിരുന്നല്ലേ കോൺഗ്രസിന് കിട്ടിയത് 2019? 3,27,000 കുറഞ്ഞില്ലേ? 90,000 വോട്ട് അവിടെ പോയി. അത് അവർക്ക് ആര് വോട്ട് ചെയ്യുന്നത് ആർക്കറിയാം. കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു മിനിറ്റ്, കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരാൾ മരിച്ചിട്ട് ആ പേരിൽ വോട്ട് ചെയ്യുക. പണ്ട് നമ്മുടെ CPM-ൻ്റെ ഒരു വലിയ നേതാവിൻ്റെ ഭാര്യ നെഞ്ചത്തടിച്ച് നിലവിളിച്ചില്ലേ, എൻ്റെ ഭർത്താവ് ഇവിടെ വന്നു പോയത് ഞാൻ അറിഞ്ഞില്ല, മരിച്ചിട്ട് 1 മാസമായി. അങ്ങനെ മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരാൾ 2 വോട്ട് ചെയ്യുക, അയാളുടെ പേരിൽ വോട്ട് ചെയ്യുക, വേറൊരാളുടെ പേരിൽ വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചെയ്ത് പരാതിയുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഈ കള്ളവോട്ട്? നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാൻ അതിലർത്ഥമൊന്നുമില്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. അല്ല, അതൊക്കെ 1-2 വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതേപോലെ അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത്. അത് അതൊക്കെ നിയമസഭയുടെ സമയമാകുമ്പോൾ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട്. ഞാൻ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട്. അയാൾ ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാതെ ഇവിടെ വന്ന് അയാൾ എനിക്ക് വേണ്ടിയിട്ട് 1 വർഷം വർക്ക് ചെയ്ത് വോട്ട് ചെയ്താൽ എന്താ ധാർമ്മികത? അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. BJPയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് 2 പേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJPയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണോ? സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് അല്ല, ഞങ്ങൾ പിന്നുകുത്തുന്നില്ല. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്.